റമദാനിൻ്റെ അവസാന പത്തിൽ മാത്രം കാണപ്പെടുന്ന ഖിയാമുൽ ലൈൽ എന്ന പേരുള്ള നമസ്കാരം, തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഒരു മധ്യരാത്രിയൊക്കെ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് നടത്തപ്പെടുന്ന ഒരു ഖിയാമുൽ ലൈൽ എന്ന പേരുള്ള നമസ്കാരം, ഇതിന് വല്ല തെളിവുണ്ടോ? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാത്രി നമസ്കാരത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് സുദീർഘമായി കഴിവിൻ്റെ പരമാവധി രാത്രിയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പേര് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് രാത്രി നമസ്കരിക്കുന്നത് കൊണ്ട്. തഹജ്ജുദ്, ഖിയാമു റമദാൻ ഒക്കെ വ്യത്യസ്ത പേരുകൾ അതിൻ്റെ സ്വഭാവം വെച്ച് നൽകുന്നു എന്നല്ലാതെ വേറെ വേറെ നമസ്കാരങ്ങളല്ല. അതുകൊണ്ട് തന്നെ സന്ദർഭത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് ഈ നമസ്കാരം ദീർഘിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണത്തിന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ 3 ദിവസം റമദാനിൽ ജമാഅത്തായി നമസ്കരിച്ചു. ആദ്യത്തെ ദിവസം നമസ്കരിച്ചത് ഏകദേശം 1/3, പിന്നെ നമസ്കരിച്ചത് ഏകദേശം പകുതിയോളമാണ്. എന്നാൽ പിന്നീട് നമസ്കരിച്ചത് ഏകദേശം സുബൈ വരെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ അവിടെ നമസ്കാരം നടന്നു. ഇത് അവസാനത്തെ 10-ലായിരുന്നു. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നമസ്കരിച്ചത്, ആ നമസ്കാരത്തിൻ്റെ ഡേറ്റുകൾ കണ്ടാൽ കാണാൻ സാധിക്കും, 7 ദിവസം ബാക്കിയുള്ളപ്പോൾ, 5 ദിവസം ബാക്കിയുള്ളപ്പോൾ, 3 ദിവസം ബാക്കിയുള്ളപ്പോൾ എന്നൊക്കെ ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഒറ്റയിട്ട രാവുകളിലായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. 27-ാം രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സുദീർഘമായി നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ് അവസാനത്തെ 10 ദിവസങ്ങൾ. അത് കൂടുതൽ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് എല്ലാവർക്കും ചെയ്യാം, നബിയുടെ ചര്യയിൽപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ അവസാന 10-ൽ ആദ്യത്തെ തറാവീഹ്, അതിനു പുറമെ കൂടുതൽ സമയം പിന്നീടൊരു സമയത്ത് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ വേറെ വേറെ നിസ്കാരമാണെന്ന് ധരിക്കരുത്. പിന്നെ പേരിടാനുള്ള കാരണം ആളുകൾക്ക് മനസ്സിലാവാനാണ്. ഇപ്പോൾ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ ആളുകൾ ഒരിക്കലും ഇശാന് ശേഷം അത് കാത്തു നിൽക്കില്ല, പിന്നീടാണ് വരിക. അപ്പോൾ ജനങ്ങൾക്ക് വേർതിരിച്ചറിയാൻ വേണ്ടി പേരിടുന്നു എന്നല്ലാതെ വേറെ വേറെ നമസ്കാരമല്ല. അങ്ങനെ ധരിക്കാനും പാടില്ല. മറിച്ച് ഇതൊക്കെ ഒറ്റ നമസ്കാരമാണ്. രാത്രിയിൽ അവസാനത്തിലേത് ഒറ്റയാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ പള്ളികളിൽ ശരിക്കിത് നടക്കേണ്ടത്, ഒരേ പള്ളിയിൽ ഖിയാമുൽ ലൈൽ കൂടി ഉണ്ടെങ്കിൽ അവർ ഒറ്റയിൽ ആദ്യം അവസാനിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇരട്ടയിൽ അവസാനിപ്പിച്ചിട്ട് നിർത്തട്ടെ, എന്നിട്ട് വീണ്ടും വരട്ടെ, എന്നിട്ട് നമസ്കരിച്ച് ഒറ്റയിൽ അവസാനിപ്പിക്കട്ടെ. ഇത് പൂർണ്ണമായും നമസ്കരിക്കുമ്പോൾ ആളുകൾക്കും ധാരണയാണ്, എന്ത് തറാവീഹ് വേറെയാണ്, ഖിയാമുൽ ലൈൽ വേറെയാണ്. സത്യത്തിൽ ഇത് ഒറ്റ നമസ്കാരമാണ്. ഇതിനിടയിൽ വിശ്രമിക്കുക, ഇടയ്ക്ക് കിടന്നുറങ്ങുക, ഇതൊക്കെ നബിയുടെ ചര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ അതൊരൊറ്റ നമസ്കാരമാണ് എന്ന് തിരിച്ചറിയണം. വ്യത്യസ്ത സമയങ്ങളിലേക്ക് അത് നീട്ടുന്നത് കൂടുതൽ പ്രതിഫലം കിട്ടാനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, ഇഷ്കാലുകൾ ഉണ്ടാവുകയില്ല. ഇനി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. എണ്ണത്തിലല്ല പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, റമളാനിലും അല്ലാത്ത കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എണ്ണത്തിലല്ല പ്രാധാന്യം, വണ്ണത്തിലാണ്. അത് പറയാനുള്ള കാരണം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 4 റക്അത്ത് നമസ്കരിക്കും, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ ഭംഗിയെക്കുറിച്ചോ ചോദിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം പൊതുവേ ദൈർഘ്യമേറിയ നമസ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തിയാൽ പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിനെ ഉലമാക്കൾ മനസ്സിലാക്കി തരുന്നത്, അധിക സന്ദർഭത്തിലും നബിയുടെ നമസ്കാരം അപ്രകാരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരമാകട്ടെ സുദീർഘവുമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ടത് മറ്റു ഹദീസുകളുടെ കൂടി പിൻബലത്തോടു കൂടിയായിരിക്കണം. കാരണം 11-ൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ. അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10ഉം 3ഉം 13 നമസ്കരിച്ചിട്ടുണ്ട്, 13-ൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖൈസ് റളിയല്ലാഹു അൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബിയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു? ഇത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ കൃത്യമായി പറയുന്നുണ്ട്, കാന യൂത്തിറു ബി 43 വബി 63 വബി 83 വബി 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4ഉം 3ഉം നമസ്കരിക്കും. ഇതാണ് നബിയുടെ ഏറ്റവും ചുരുങ്ങിയ നമസ്കാരം, 7 റക്അത്ത്. പിന്നെ 6ഉം 3ഉം നമസ്കരിക്കും, 9. 8ഉം 3ഉം നമസ്കരിക്കും, 11. പിന്നെ കൃത്യമായി പറയുകയാണ് 10ഉം 3ഉം നമസ്കരിക്കും, അഥവാ 13 നമസ്കരിക്കും. എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ലം യകുൻ യൂത്തിറു ബി അക്സറ മിൻ 13. 13 റക്അത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല.
വലാ ബി അൻഖസ മിൻ സബഇൻ, 7 കുറവും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന ഹദീസിനെ, ഈ ഹദീസ് കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത് എന്താണ്? 13 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ 11 കൂടുതൽ നമസ്കരിച്ചിട്ടുണ്ട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമസ്കരിക്കൽ ജായിസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരികയാണ് എന്ന് അതിൽ നിന്ന് വളരെ കൃത്യമാണ്. മാത്രമല്ല അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 റക്അത്തിൽ കുറവ് നമസ്കരിച്ചിട്ടില്ല. വലാ ബി അൻഖസ മിൻ സബഇൻ, 7 റക്അത്തിൽ കുറവ് നമസ്കരിച്ചിട്ടില്ല. എന്നാൽ നാമൊക്കെ ചിലപ്പോൾ 1 റക്അത്ത് നമസ്കരിക്കാറില്ലേ? ഉണ്ട്. 3 റക്അത്ത് വിത്ർ നമസ്കരിക്കാറില്ലേ? ഉണ്ട്. 5 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. അപ്പോൾ അത് പാടില്ല എന്നതിൽ നിന്ന് കിട്ടുമോ? കാരണം 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, അതിൽ കൂടുതൽ നമുക്ക് നമസ്കരിക്കാൻ പാടില്ലെങ്കിൽ 7 കുറവും നമസ്കരിച്ചിട്ടില്ല എന്നാര് പറയുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോൾ 7 കുറവ് നമസ്കരിക്കാൻ പാടില്ല എന്ന് വരും. പക്ഷെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം 1 റക്അത്ത് കൊണ്ട് നമസ്കരിക്കാനും 3 റക്അത്ത് കൊണ്ട് നമസ്കരിക്കാനും 5 റക്അത്ത് കൊണ്ട് നമസ്കരിക്കാനും ആരുടെ അനുവാദമുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദമുണ്ട്. ഇതേപോലെ രാത്രി നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ അധികവും 11 നമസ്കരിച്ചത്, ചിലപ്പോൾ 13 നമസ്കരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നമസ്കരിച്ചത് സ്വഹീഹായ നിലക്ക് വന്നിട്ടില്ല. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുൽ ബാരിയിൽ പറയുന്നത് വഹാദ അസഹ്ഹു മാ വഖഫ്തു അലൈഹി എന്നാണ്. ഞാൻ കണ്ടതിൽ വെച്ച് സ്വഹീഹായ ഹദീസുകളിൽ നബി നമസ്കരിച്ച ഏറ്റവും അധികരിച്ച എണ്ണം 13. അഥവാ 23 നമസ്കരിച്ചു എന്ന ഹദീസുകൾ ദുർബലമാണ് എന്നും അങ്ങനെ ഒരു ഹദീസ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഏറിയാൽ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം 13 എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം അതിൽ കൂടുതൽ നമസ്കരിക്കാൻ പാടില്ല എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എണ്ണത്തിൻ്റെ വിഷയമല്ല. ഉദാഹരണത്തിന് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, രാത്രി നമസ്കാരം എങ്ങനെയാണ് നബിയെ നിർവഹിക്കേണ്ടത്? അപ്പോൾ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് അറിയാത്ത ഒരാളാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം നൽകുമ്പം ഈ എണ്ണത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്തായാലും വിശദീകരണത്തിൽ 11 കൂടുതൽ പാടില്ല എന്ന് പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, ഈ രണ്ട് റക്അത്തായിട്ട് നമസ്കരിക്കുക. ഫഇദാ ഖശീത സുബ്ഹ ഫഔതിർ ബിവാഹിദ, സുബ്ഹിയാകുമെന്ന് ഭയപ്പെട്ടാൽ 1 റക്അത്ത് കൊണ്ട് വിത്തറാക്കുക. തൂത്തിറു ലക മാ ഖദ് സല്ലൈത്, നീ നേരത്തെ എത്ര റക്അത്താണോ നമസ്കരിച്ചത് അതിനെന്ത് ചെയ്യും? അത് ഒറ്റയാക്കും. അപ്പോൾ സുബഹിയാകുന്നതിനെ ഭയപ്പെടാനാണ് പറഞ്ഞത്. 11 കൂടുന്നോ എന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റഹ്മത്തുള്ളാഹി അലൈഹി, അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വല്ല സമയവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, രാത്രിയുടെ അവസാന യാമത്തിലുള്ള നമസ്കാരം. ആ സമയത്ത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. സ്വല്ലി മാ ബദാലക് ഹത്താ തുസല്ലി സുബ്ഹ, നിനക്ക് എത്രയാണോ തോന്നുന്നത് അത്രയും നമസ്കരിച്ചോ ഫജ്റാകുന്നത് വരെ. അവിടെ മാ ബദാലക് എന്നാണ് പറഞ്ഞത്, നിനക്ക് തോന്നുന്നത്ര. മറ്റൊരു റിവായത്തുള്ളത് സ്വല്ലി മാ ശിഅ്ത, നിനക്ക് ഇഷ്ടമുള്ളത്ര. അപ്പോൾ ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാം. അതുകൊണ്ടാണ് സഹാബികൾ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നമസ്കരിച്ചു എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചവരാണ്. സലഫുകൾ പിൽക്കാലഘട്ടത്തിൽ എല്ലാവരും 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചവരാണ്. അത് 23 നമസ്കരിച്ചവരുണ്ട്, 36 നമസ്കരിച്ചവരുണ്ട്, പല എണ്ണങ്ങളും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തത്വം. അഥവാ നൃത്തത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയാണെങ്കിൽ റക്അത്തിൻ്റെ എണ്ണം കൂട്ടും, ദൈർഘ്യം കൂട്ടുകയാണെങ്കിൽ റക്അത്തിൻ്റെ എണ്ണം കുറയ്ക്കും. ഇതാണ് അവർക്കിടയിലുള്ള തത്വം. അതുകൊണ്ടാൽ കൂടുതൽ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുക, അതാരാണോ ചെയ്യുന്നത് അവരാണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 11 റക്അത്തിൽ കൂടാൻ പാടില്ല എന്ന വാദം തെറ്റാണ്. അതേപോലെ തന്നെ തെറ്റായ വാദമാണ് തറാവീഹ് എന്ന് പറഞ്ഞാൽ 20 റക്അത്താണ്, അതും 3 റക്അത്ത് വിത്റും 23. 11 എന്നുള്ളത് തറാവീഹുമായിട്ട് അതിന് ബന്ധമില്ല, അത് ഖിയാമുൽ ലൈലല്ല, അത് വിത്ർ മാത്രമാണ് എന്ന് വാദിക്കുന്നവർക്ക് യാതൊരു ഹുജ്ജത്തുമില്ല. മറിച്ച് ഇത് എത്രയും നമസ്കരിക്കാം. 23 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് എന്ന ഹദീസുകളെല്ലാം ദുർബലമാണ്. 11 അല്ലെങ്കിൽ 13 കുറ്റമറ്റ രൂപത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 23 കുറയാൻ പാടില്ല എന്ന വാദവും തെറ്റാണ്. 11 കൂടിയാൽ അത് ബിദ്അത്താണ് എന്ന വാദവും പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി നോക്കിയാൽ തെറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.